എന്താണ് വിശേഷം? സിലബസ് തീർത്തില്ല, സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു പോയ ആളുകൾക്കൊന്നും ഒരു വിഷയം ഉണ്ടായില്ലല്ലോ അല്ലെ? SCERT കംപ്ലീറ്റ് വായിച്ച നമ്മൾ ആ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സിലബസിൽ ഓരോ ടേം വായിക്കുമ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് അടിച്ച പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല? നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്ത സമയത്ത് കോപ്പി പേസ്റ്റ് അടിച്ച പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പൊതുഭരണം എന്ന ചാപ്റ്റർ അതേപടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കോപ്പി പേസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? ആ ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു? അതേപടി തന്നെ എന്ത് ചെയ്തു? കോപ്പി പേസ്റ്റ് അടിച്ച് ചോദിക്കുകയും ചെയ്തു. പിന്നെയോ എക്സാം എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എക്സാം ഈസി ഒന്നുമല്ല, പക്ഷെ ടൈറ്റും അല്ല. എന്നാൽ എന്ത് ചെയ്തു? അറിയുന്ന ഒരു 4-5 കൊണ്ടുപോയിട്ട് മനസ്സ് പറയും ഇതാണ് ഉത്തരം, അത് കർപ്പിച്ച് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അതല്ല ഉത്തരം. അങ്ങനെ ഒരു 6-7 ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ? കൊച്ചി എഴുതിക്കോ എന്ന് പറഞ്ഞു, കൊച്ചി എഴുതി. കൊച്ചിയും തിരുവിതാംകൂറും എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പിന്നെ മനസ്സ് പറഞ്ഞു ആർട്ടിക്കിൾ വേണ്ട, നോ ആർട്ടിക്കിൾ എഴുതിക്കോ എന്ന് പറഞ്ഞു. അവിടെ എന്ത് വേണം? അവിടെ ആർട്ടിക്കിൾ വേണം. എറർ എഴുതിക്കോ എന്ന് പറഞ്ഞു, അവിടെ ബഗ് എന്നുള്ളത്. ഇങ്ങനെ അതായത് എക്സാം ഹാളിൽ നമ്മളോട് മൈൻഡ് പറഞ്ഞു എന്ത്? ഇതെഴുതിക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഹാർഡ് ഡിസ്ക് എഴുതിക്കോ എന്ന് പറഞ്ഞു. അവിടെ ഒപ്റ്റിക്കൽ എന്നുള്ള വാക്ക് എന്ത് ചെയ്തില്ല? കണ്ടില്ല. പാസീവ് വോയിസിൽ അവിടെ എ വെസ്റ്റേൺ സോങ് എന്ന് വന്നതുകൊണ്ട് ഈസ് ആണ് വരിക എന്നുള്ളത് നോക്കിയില്ല. അതുകൊണ്ട് വാസ് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോന്നു. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ? അതായത് നമുക്ക് എക്സാം ഹാളിൽ നിന്ന് നമ്മളോട് എഴുതാൻ പറയുന്നത് ഒരു ഉത്തരവും അതിന്റെ യഥാർത്ഥ ഉത്തരം വേറൊന്നും ആയിരിക്കുന്ന ആ ഒരു ലെവലിലുള്ള. എന്നാൽ അടുത്ത ആഴ്ച പരീക്ഷയുള്ള ആളുകൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇന്നത്തെ പരീക്ഷ എഴുതാത്ത ആളുകൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഓടിച്ച് നോക്കിയിട്ട് നിങ്ങളോട് പറയും എക്സാം ഭയങ്കര സിമ്പിൾ അല്ലേ, ഭയങ്കര ഈസിയാണ് എന്നെന്ത് ചെയ്യും? നിങ്ങളോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. അവരെന്ത് ചെയ്തിട്ടില്ല? അവർ ഇൻവിജിലേറ്ററുടെ മുമ്പിലും എത്തിയിട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഒരു ഇൻവിജിലേറ്ററുടെ മുന്നിൽ പരീക്ഷാ ഹാളിൽ കയറിയിട്ട് ആൻസർ എഴുതിയിട്ടുമില്ല. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോൾ എക്സാം എന്താണ്? വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ അവിടെ ഉള്ളിൽ കയറി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് മിനിമം ഒരു 6 നെഗറ്റീവ് അടുപ്പിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. മിനിമം ഒരു 6 നെഗറ്റീവ് അടുപ്പിക്കുന്ന പരീക്ഷയാണ്. മിനിമം 6 നെഗറ്റീവ് അടുപ്പിച്ചിട്ടുണ്ടാവും, അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ. പിന്നെയോ സിലബസ് വളരെ വാസ്റ്റ് ആയിരുന്നു. ഒരുപാട് അങ്ങോട്ടേക്ക് ഇറങ്ങി ഡീപ്പായിട്ടൊന്നും എന്ത് ചെയ്തില്ല? ചോദിച്ചില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അതായത് തൽക്കാലം ഒരു ഫിസിക്കൽ പാസ്സാകും എന്നുള്ള ഉറപ്പുള്ള ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ഓഫ് കടക്കാവുന്ന രീതിയിലുള്ള ഒരു പരീക്ഷയായിരുന്നു. പിന്നെയോ തൊടാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യൂല? തൊടാതെ പോരൂല. അങ്ങനെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു. വേൾഡ് ചെറുതായിട്ടൊരു ചോദ്യം വന്നില്ലേ? SCERT മറ്റേ ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ എന്നുള്ളത്. നമ്മൾ SCERT ടെക്സ്റ്റിൽ ആൾറെഡി എന്ത് ചെയ്യുന്നതാണ്? തെക്കേ അമേരിക്കയിൽ സൈമൺ ബൊളിവർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതാണ്? SCERT ആൾറെഡി പറയുന്നത് വന്നില്ലേ? അതൊക്കെ SCERT ആൾറെഡി എന്താണ്? ആൾറെഡി ഉള്ളതാ. പിന്നെയോ അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം നോക്കാം. പിന്നെയോ നേരത്തെ VEOക്ക് ഇതുപോലെ ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ കുറേ സംഭവം, അതായത് SCERT സോഷ്യൽ സയൻസിൽ ടേബിളുകൾ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? PDF ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ PDF നോക്ക് നിങ്ങൾ, അതായത് ആ ടേബിളുകൾ മാത്രം. ഇപ്പൊ പൊതുഭരണം എന്നാൽ ഇതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതിന്റെ ഉത്തരം ആസൂത്രണം എന്നതിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ പോവുള്ളൂ. പിന്നെയോ ഗാന്ധിയുടെ ആ ഒരു കോട്ടിങ്, കേന്ദ്ര സർവീസും ആ സംസ്ഥാന സർവീസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റും കൊടുത്തത്, അക്ഷയ കേന്ദ്രം, പിന്നെ ലോക്പാലും ലോകായുക്തയും, ഇതൊക്കെ എന്താണ്? അവിടെ ടേബിൾ. ബാങ്കുകളുടെ വളർച്ച 1770. പിന്നെയോ ഇത് ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു ചോദ്യമായി പോയി അല്ലെ? അതായത് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുള്ള 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ അവസാനത്തെ ചാപ്റ്റർ, ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അപേക്ഷാ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ അപേക്ഷാ ഫോമിന്റെ താഴെ ഉണ്ട് എന്ത്? 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരുന്ന പരാതിക്ക് 400 രൂപയും എന്ന് പറഞ്ഞിട്ട് നമ്മള് SCERT വായിച്ചാൽ പോലും നോക്കാത്ത ഒരു ഭാഗമാണ് ഇത്. എങ്ങനെയാണ് ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ ഇത് കൊടുക്കുന്നത്? ആ ഫോമാണിത്. നമ്മളിത് നോക്കുകയില്ല.
പിന്നെയോ ഇവിടെ നമ്മൾ നോർമലി പറയുന്നത് ലണ്ടൻ മിഷൻ തിരുവിതാംകൂർ, ചർച്ച് മിഷൻ കൊച്ചി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. ഇവിടെ കണ്ടോ ആ ടേബിളിൽ കൊച്ചി, തിരുവിതാംകൂർ. അതായത് സാധാരണ എന്തേ ചെയ്യാറുള്ളൂ? സാധാരണ നമ്മള് ലോവറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി, സെന്ററിൽ ചർച്ച് മിഷൻ സൊസൈറ്റി, മുകളിൽ മലബാർ എന്നുള്ളത് എന്ത് ചെയ്തു? അങ്ങനെ കൊടുക്കാറുള്ളൂ. പക്ഷെ ഇവിടെ കൊച്ചിയും കൊടുത്തു, തിരുവിതാംകൂറും കൊടുത്തു. പോരാത്തതിന് ഒരു ഓപ്ഷൻ എന്ത് കൊടുത്തു? കൊച്ചിയും തിരുവിതാംകൂറും കൂടെ ഒന്നിച്ചു കൊടുത്തു. ഒന്നിച്ചു കൊടുത്താൽ പിന്നെ ഏതേ ഉള്ളൂ? ഒന്നിച്ചു കൊടുത്താൽ പിന്നെ അതേ ഉള്ളൂ. ഇങ്ങനെ ഒരു സാധനം ടേബിളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ കൊച്ചിയും തിരുവിതാംകൂറും ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് നോക്കുന്നേ, അല്ലെ? ആധുനിക കേരളം എന്ന് പറഞ്ഞിട്ട് 8ാമത്തെ ചാപ്റ്ററില്ലേ? ആധുനിക കേരളം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററില്ലേ? നമ്മൾ പണ്ടാരപ്പാട്ട് വിളംബരം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടേബിൾ, ഈ ടേബിൾ മാത്രമേ ഉള്ളൂ അവിടെ. ഈ ടേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോ അടുത്ത എക്സാമിലുള്ളവർക്ക് ഒരു സൂചനയാണ് ഇത്. SCERT സിലബസിൽ പറഞ്ഞത് കപ്പലോട്ടിയ തമിഴ് എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീം എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, സ്വദേശി നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ടേ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഇതിപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ പ്രിലിംസിന് ഞാൻ ഫുള്ള് SCERT പഠിച്ചു പോയി. SCERT എന്നെ ഒന്നും ഹെൽപ്പ് ചെയ്തില്ല. അതോടുകൂടെ ഞാൻ SCERTയോട് ടാറ്റ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? വേറെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു. ഇപ്പൊ ഞാൻ SCERT നോക്കാതെ പോയപ്പോൾ ഫുൾ ഏത് വന്നു? SCERT വന്നു. ഇതാണ് നമ്മുടെ ലെവല്. നമ്മൾ ഒരെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങോട്ട് വിടും. അവിടെ വിടേണ്ട കാര്യമില്ല. നന്നായി നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു എന്ത്? ഇവിടെ SCERTയിലെ കോപ്പി പേസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? എടുത്തിട്ടുള്ളത്. കോപ്പി പേസ്റ്റ്. അതേപോലെ കറണ്ട് അഫേഴ്സും IT പിന്നെ എന്ത് ചെയ്തു? 5 മാർക്കിലേക്ക് ചുരുങ്ങി. കറണ്ട് അഫേഴ്സ് പിന്നെ എന്ത് ചെയ്തതാ? 2019 ഡിസംബർ മാസത്തെ കറണ്ട് അഫേഴ്സിൽ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സിൽ ആൾറെഡി പറഞ്ഞ 1976 ശേഷം ക്യൂബയിൽ ആദ്യത്തെ പ്രധാനമന്ത്രി മാറിയോ എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ക്രൂസ് എന്ന് പറഞ്ഞിട്ട്, മാരിയോ ക്രൂസ് എന്ന് പറഞ്ഞിട്ട്. അതൊന്നും ചില ആളുകൾക്ക് ഓർമ്മയേ ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് കട്ട് ഓഫ് പറയാം കേട്ടോ. പിന്നെ വലിയ കട്ട് ഓഫ് ഒന്നും എന്ത് ചെയ്യണ്ട, വലിയ കട്ട് ഓഫ് ഒന്നും അങ്ങോട്ടേക്ക് പോകണ്ട. ലീഗൽ അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കുറച്ച് കട്ട് ഓഫ് കൂടുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവാം. ഇത് എല്ലാവരും കയറിയിട്ട് ഏത് കറുപ്പിച്ചിട്ടുണ്ടാവും? ആസൂത്രണം കറുപ്പിച്ചിട്ടുണ്ടാവും. കാരണം എന്താ? ഗവൺമെന്റ് നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യം. കാരണം ഇങ്ങനെ ഒരു സെന്റൻസ് കേട്ടിട്ടല്ല. ഇങ്ങനെ ഒരു സെന്റൻസ് എന്ത് ചെയ്തിട്ടില്ല? കേട്ടിട്ടേ ഇല്ല. നമ്മൾ നോർമലി എന്ത് ചെയ്യൂല? പറയൂല. ഇത് ടെക്സ്റ്റ് ബുക്കിലെ സെയിം സെന്റൻസ് എന്ത് ചെയ്തതാ? സെയിം സെന്റൻസ് കോപ്പി പേസ്റ്റ് അടിച്ചിട്ടതാ. പക്ഷെ നമ്മൾ ആരും എന്ത് ചെയ്യൂല? നമ്മൾ ആരും മൈൻഡ് ചെയ്യാത്ത ഒന്നായി പോയി എന്നുള്ളതാണ്. ആ പൊതുഭരണം എന്നുള്ള ചാപ്റ്റർ PDF ഇട്ടപ്പോഴും അതൊന്നും ആരും എന്ത് ചെയ്തിട്ടില്ല? വായിക്കാനേ ശ്രമിച്ചിട്ടില്ല. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളെയും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ പൊതുഭരണം എന്നാൽ എന്ത്? അങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് ചെയ്തത്? ഇങ്ങോട്ടേക്ക് വലിച്ചു നീട്ടിയെടുത്ത് എന്ത് ചെയ്തത്? ചോദിച്ചത്. പക്ഷേ ഇത് SCERTയിൽ ഈ സെന്റൻസ് കാണാത്ത ഒരാളാണെങ്കിൽ അയാള് ഒരിക്കലും എന്ത് ചെയ്യൂല? ആസൂത്രണം കറുപ്പിച്ചിട്ടേ അയാൾ പോവുള്ളൂ. അയാളുടെ മനസ്സ് പറയുന്നത് നീ അത് വായിച്ചു നോക്ക്, ബാക്കി ഒന്നും സ്യൂട്ടബിൾ അല്ല, ബാക്കിയൊക്കെ എങ്ങനെയാ അതിൽ മാച്ച് ആവുന്നത്? ഒരു ബന്ധവുമില്ല, നീ ധൈര്യമായിട്ട് കറുപ്പിച്ചോ, ആസൂത്രണം തന്നെയാണത്. ആസൂത്രണം കറുപ്പിക്കാതെ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് ചിലപ്പോൾ മനസ്സ് പറയും. അത്രയ്ക്കും ഉറപ്പോടുകൂടെ നമ്മൾ ഉറപ്പിച്ചൊരു മാർക്കാണ് ഇത് ആസൂത്രണം എന്ന് പറയുന്നത്. ആ ലെവലിലാണ് നമുക്കത് വായിക്കുമ്പോൾ തോന്നുന്നത് ഇത് SCERT കോപ്പി പേസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോഴാണ് നമുക്ക് അറിയുന്നത്, അല്ലെ? ഇനിയോ രണ്ടാമത്, നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനെയും, അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. SCERT എടുത്ത സമയത്ത് അത് പറഞ്ഞിട്ടായിരുന്നു. ഗാന്ധിജിയുടെ കോട്ടിംഗ് ആണ്. ഇതും അതേ ചാപ്റ്ററിൽ നിന്നാണ് വന്നത്, അടുത്ത പേജിൽ നിന്നാണ്. ഇനിയോ തൊട്ടടുത്ത പേജിൽ നിന്ന് അടുത്ത ചോദ്യം, കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെയോ ഇത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ടെക്സ്റ്റ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, അല്ലെ? ഇത് നമുക്ക് ടെക്സ്റ്റ് ഒന്നും അറിയണ്ട. കാരണം കേന്ദ്ര സർവീസും അഖിലേന്ത്യാ സർവീസും എന്ന് പറയുമ്പോൾ UPSC ആണ് പരീക്ഷ നടത്തുന്നത് എന്നുള്ളത് PSC പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും എന്ത് ചെയ്യും? അറിയാൻ പറ്റും. കാരണം നമ്മൾ PSC ആണല്ലോ എഴുതുന്നത്. നമ്മൾ PSC, അവർ UPSC എന്ന് പറയുമ്പോൾ കേന്ദ്രം എന്നുള്ളത് നോർമലി എന്ത് ചെയ്യുന്നതാണ്? കിട്ടുന്നതാണ്.
ഇനിയോ ഈ ഗവേണൻസിലൂടെ അപ്പൊ ഒന്ന് എഴുതി വെക്കണം, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം. നമുക്ക് ലാസ്റ്റ് കട്ട് ഓഫ് പറയുന്ന സമയത്ത് നമ്മൾ മൊത്തം വരുന്ന മിസ്റ്റേക്കിന്റെ 4 ഇരട്ടി എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് കുറയ്ക്കണം. എന്നാൽ എന്ത് ചെയ്യുള്ളൂ, പോലീസ് കോൺസ്റ്റബിളിന്റെ കട്ട് ഓഫിലേക്കൊക്കെ എത്തുള്ളൂ. അപ്പൊ ഇവിടെ എത്രണ്ണം പോവും? ഇവിടെ ഒരെണ്ണം പോവും. ഫസ്റ്റ് സ്ലൈഡിൽ ഒരെണ്ണം പോവും. രണ്ടാമത്തേല് ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾക്ക് അത് അക്ഷയ കേന്ദ്രം എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്, ആ പൊതുഭരണത്തിൽ തന്നെ. പിന്നെയോ അടുത്ത പേജിൽ വീണ്ടും ചോദ്യം, സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോകായുക്ത. ഇത് പിന്നെന്താണ്, വിജ്ഞാന പരീക്ഷയിലും ഒക്കെ ചോദിച്ചത് കൊണ്ട് നമുക്ക് ഇത് കാണാപാടാണ് അല്ലെ. അതുകൊണ്ട് പിന്നെ അത് നമുക്ക് വലിയ വിഷയമല്ല. 2017-18 സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് ഏതാണ്? കോർപ്പറേറ്റ്. GST അല്ല. കേന്ദ്രത്തിലാണെങ്കിൽ കോർപ്പറേറ്റ് ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ് ആണെങ്കിലാണ് ഏത് GST വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെയും ഒരെണ്ണം എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇവിടെയും ഒരെണ്ണം കയറി പോവാൻ ചാൻസ് ഉണ്ട്. ഇനിയോ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റിലും ആൾറെഡി പറയുന്നുണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്ന് പറയുന്നിടത്തും. ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം കിടക്കുന്ന സെന്റൻസ് ഇതാണ്, നോക്കിയവർക്കറിയാം. ഫ്രീ ക്ലാസ്സിൽ ബാങ്കിങ് എന്ന് പറയുന്നതിൽ ആദ്യം കിടക്കുന്ന സെന്റൻസ് 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ കുറെ ആളുകൾ എന്തിനെ സ്ട്രെസ് കൊടുക്കുള്ളൂ, കൊൽക്കത്ത എന്നെ സ്ട്രെസ് കൊടുക്കുള്ളൂ. 1770 അത്ര വലിയ സ്ട്രെസ് കൊടുക്കൂല, അത് കൊടുക്കാത്ത ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ 1770 എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. ഇനിയോ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ, അത് ആരും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ എന്നുള്ളത് ആരും മൈൻഡ് ചെയ്യൂല. കാരണം ആ ചാപ്റ്ററിലെ ഒരു അപേക്ഷാ ഫോമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 400 രൂപ എന്നുള്ളത് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയോ അടുത്ത ക്വസ്റ്റ്യൻ തീരെ കിട്ടൂല. 1952 കേന്ദ്ര ഗവൺമെന്റ് എത്ര ചെലവഴിച്ചു എന്നുള്ളത്. അത് എങ്ങനെ പുറത്തു വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വർഷത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 50 വർഷത്തെ വളർച്ചാ നിരക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 1952 ആദ്യം ചെലവഴിച്ചത് 7.92, പിന്നെ 2002, അങ്ങനെ. അത് ആർക്കും കിട്ടാത്ത ഒരു ചോദ്യമാണ്. അപ്പൊ അത് എന്ത് ചെയ്യാൻ പാടില്ല, തൊടാനേ പാടില്ല. പിന്നെയോ ഇത് SCRT ആണ്, അമർത്യാസൻ, മനുഷ്യക്ഷേമം. കാൾ മാർക്സ് എന്നുള്ളത് എന്തായാലും ലെയ്സസ് ഫെയർ സിദ്ധാന്തം വേൾഡ് ഹിസ്റ്ററിന്ന് ആൾറെഡി എന്ത് ചെയ്താണ്, നമ്മളെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ആൾറെഡി വന്നതാണ്. ഇത് ആഡം സ്മിത്തിന്റെ ഇടപെടാതിരിക്കൽ നയം, ലെയ്സസ് ഫെയർ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, SCRTയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. SCRTയിൽ ആൾറെഡി ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ എന്താ, ദാദാഭായ് നവറോജി, ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ്. നമ്മൾ സ്പെഷ്യൽ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാന്ധിജിയുടെ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അമർത്യാസൻ എക്കണോമിക്സ് ആണ്, പക്ഷെ അതിൽ കോമൺ ആയിട്ട് ഇവിടെ നമുക്ക് മനുഷ്യക്ഷേമം എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുന്നു, അതിൽ തന്നെ വരും. പക്ഷെ ലെയ്സസ് ഫെയർ നമുക്ക് അവിടെ ഉറപ്പിച്ചതുണ്ട്, പിന്നെ അതിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നോക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഇത് പിന്നെ എന്ത് ചെയ്യും, ജോർജ് ഓണക്കൂർ, ജോർജ് വർഗീസ് എന്നുള്ളത് കാക്കനാടൻ എന്നുള്ളത് പണ്ട് മുതലേ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ പാരമ്പര്യമായിട്ട് കൈമാറിപ്പോരുന്നതാണ് അല്ലെ. അപ്പൊ അത് എല്ലാവർക്കും എന്ത് ചെയ്യും, കിട്ടും. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയം, അത്തം എന്ന് കണ്ടപ്പോ പിന്നെ ഏതിലേക്ക് എന്തായാലും കയറിയിട്ടുണ്ടാവും, ഓണം എന്ന് കയറിയിട്ടുണ്ടാവും. പിന്നെയും ആലോചിച്ചവർക്കായിരിക്കും എന്ത് ചെയ്യുക, ഇനിയിപ്പോ തിരുവാതിര ആയിരിക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ചിന്തിക്കും. അതായത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ അത്തം എന്ന് കാണുമ്പോൾ ഓണം എന്ന് കിട്ടി, ഇനിയിപ്പോ അത് തിരുവാതിരയിൽ പ്രത്യേകിച്ചിട്ടുള്ളതായിരിക്കോ എന്നും പറഞ്ഞിട്ട് ഒന്നുകിൽ തിരുവാതിര കുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുത്താതെ പോന്നിട്ടുണ്ടാവും. വെറുതെ എന്ത് ചെയ്യണ്ട, വെറുതെ ഒരു നെഗറ്റീവ് അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. ഈ 2 വിഭാഗം ആളുകൾ ഇന്ന് കുറച്ച് കൂടുതലായിരിക്കും. ബാലഭാസ്കർ പിന്നെ നമുക്ക് ആൾറെഡി എന്ത് ചെയ്യും, അവിടെ ആൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്, അത് പിന്നെ വിഷയമില്ല. കേരള കലാമണ്ഡലം ചെറുതുരുത്തി എല്ലാവർക്കും കിട്ടുന്നതാണ് ഗേൽ രത്ന പുരസ്കാരം അല്ലെ. അത് ആ പേരിൽ തന്നെ, അത് മുമ്പൊരു ക്ലാസ്സിൽ എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് കേൽ രത്ന നേടിയ മലയാളി എന്നുള്ളതിൽ തന്നെ ഉണ്ട്. കേൽ രത്ന നേടിയ മലയാളി എന്നുള്ളതിൽ തന്നെ ഏതുണ്ട്, KM ബീനാമോൾ എന്നുള്ളത് ഇതുണ്ടായിരുന്നു, മുമ്പൊരു ക്ലാസ്സിൽ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും കിട്ടുന്ന ചോദ്യമല്ല കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എല്ലാവർക്കും എന്ത് ചെയ്യൂല, കിട്ടൂല. കാരണം എല്ലാവരുടെയും മൈൻഡിൽ ഏതുണ്ടാവും, അഞ്ജു ബോബി ജോർജും ഉണ്ടാവും, വത്സമ്മ ഉണ്ടാവും, ബീനാമോളും ഉണ്ടാവും, PT ഉഷ, എല്ലാവരും ഒരുമിച്ച് തന്നിട്ടുണ്ടല്ലോ എന്നുള്ള ലെവലിൽ കുറച്ച് ആൾക്കാർ വത്സമ്മയിലേക്ക് പോയിട്ടുണ്ടാവും, കുറച്ച് ആൾക്കാർ അഞ്ജു ബോബി ജോർജിലേക്ക് പോയിട്ടുണ്ടാവും, കുറച്ച് ആളുകൾ എല്ലാറ്റിലും ആദ്യം PT ഉഷ അല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്കും പോയിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഇനിയോ
മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ 2 ആൻസർ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നെ കൂളായിട്ട് എന്ത് ചെയ്യുന്നതാണ്, നമുക്ക് ആ ബോർഡ് മാസിന്റെ ഇതിൽ കിട്ടുന്നതാണ്. 2/5 ഇതൊക്കെ കഴിഞ്ഞ എക്സാമിന് വന്ന അതേ ചോദ്യങ്ങളാണ്. 30%, 70%, 150. ഈ 3 വലിയ പ്രശ്നമില്ല അല്ലെ? ഈ 3 വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയോ ഇതിന് ആൻസർ ഇല്ല. എന്നാൽ കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, 7 കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 10 - 3 = 7 എന്ന് കിട്ടിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, 7 കറപ്പിച്ചിട്ടുണ്ടാവും. അവിടെ 7 അല്ല 4 ആൻസർ വരുന്നത്. പിന്നെ എന്ത് ചെയ്യാം, 4 കൊടുത്തിട്ടില്ലല്ലോ, തൽക്കാലം 7 കൊടുക്കാം, ചിലപ്പോൾ ബിരിയാണി കിട്ടുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കറപ്പിച്ചിട്ട് പോരാം. അല്ലാതെ അവിടെ ആൻസർ ഇല്ല കേട്ടോ, അതിന് ആൻസർ ഇല്ല. ഇനിയോ ഒരു സമചതുര സ്തൂപികയുടെ ചരിവുയരം 15 സെന്റിമീറ്റർ, പാദവക്ക് 12 സെന്റിമീറ്റർ ആയാൽ സ്തൂപികയുടെ ഉയരം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി 15 എന്നുള്ളത് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ നമുക്ക് അവിടെ കറക്റ്റ് കിട്ടും. എന്ത് ലാസ്റ്റ് വരുന്ന എങ്ങനെയായിരിക്കും, 225 - 6 സ്ക്വയർ എന്നുള്ളതായിരിക്കും 36. അപ്പൊ 189 എന്നുള്ളത് കിട്ടും. ആ 189 സ്യൂട്ടബിൾ ആയിട്ട് ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ, 3√21 എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെയോ ഇത് ഫിസിക്കൽ പാസ്സാവുന്ന ആളുകളുണ്ടല്ലോ, അതായത് വലിയ പഠനമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എന്നെ കൊണ്ട് ഫിസിക്കൽ പാസ്സാവാൻ പറ്റും, പിന്നെയോ കുറച്ച് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അവൻ ഇത് കാണുമ്പോൾ തന്നെ എന്തും, എനിക്ക് ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ പണ്ടേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആദ്യമേ സ്കിപ്പ് അടിക്കും. അതായത് ആ ഫിസിക്കൽ പാസ്സായിട്ട് ഒരുപാട് പഠിക്കൊന്നും ചെയ്യാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ ആദ്യം ഇത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കാണുമ്പോൾ തന്നെ വിടും. ഈ മാർക്ക് എനിക്ക് ഉപദ്രവത്തിനും വേണ്ട ഉപകാരത്തിനും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് വിടുന്നതാണ്. ഇനിയോ 5, 8, 17, 44 ഇത് ബന്ധം കണ്ടെത്തിയ ആൾക്ക് കിട്ടും. അല്ലാത്തവൻ ഇതിങ്ങനെ കൂട്ടി ആദ്യം 3, പിന്നെ 3നെ 3 കൊണ്ട് ഗുണിച്ചതാണ് 9, 9നെ 3 കൊണ്ട് ഗുണിച്ചാണ് 27, 27നെ 3 കൊണ്ട് ഗുണിച്ചാണ് അടുത്ത എന്ത് ചെയ്യേണ്ടത്, കൂട്ടേണ്ടത്. അപ്പൊ ആ ലെവലിൽ കിട്ടിയ ആൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും, അല്ലാത്തവൻ വെറുതെ കുറെ നേരം എന്ത് ചെയ്തിട്ടുണ്ടാവും, സമയം കളഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ബോർഡ് മാസ് അത് കറക്റ്റ് അതേ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നീക്കി കിട്ടും. 61 - 12 എന്നുള്ള ആ ഒരു ലെവലിൽ ലാസ്റ്റ് വരും 49 എന്നുള്ളത്, അവിടെ അത് പ്രശ്നമില്ല. അപ്പൊ ഇവിടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ എന്തായാലും ഒന്നിന് ഉത്തരമില്ല. പിന്നെ ആ റൂട്ടിന്റെ എന്തായാലും പോവും. 21 ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അതായത് നോർമൽ ആയിട്ട് ഫിസിക്കല് മാത്രം കണ്ടിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, അവിടെയും പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ലാസ്റ്റിലത്തെ ബോർഡ് മാസ് എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ കിട്ടിയിട്ടുണ്ടാവും. 2020 നമ്മൾ മുമ്പേ പറഞ്ഞാണ് അല്ലെ, 2020 സസ്യാരോഗ്യ വർഷം എന്ന് മുമ്പേ പറഞ്ഞാണ്. പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ്, നമ്മൾ സെൻസസിന്റെ ക്ലാസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 2011 സ്വതന്ത്ര ഇന്ത്യയിലെ 7ാമത്തെ സെൻസസ് ആണ് എന്ന് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ അയണോസ്ഫിയർ ക്ലാസ്സിൽ പറഞ്ഞാണ് തെർമോസ്ഫിയർ ആണ്. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശു വരുമ്പോ എന്ത് ചെയ്യൂല, അവിടെ കളർ കൊടുക്കൂല, ആ പേപ്പറിന്റെ കളറിന്റെ ആവും, അത് വെള്ളയാണ് എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മുമ്പ് ചോദിച്ച ചോദ്യമാണ്, ആ കോളം ഇട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇമേജ് അടക്കം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഈ പറഞ്ഞ സസ്യാരോഗ്യ വർഷവും കിട്ടും, 8ാമതും കിട്ടും, തെർമോസ്ഫിയറും കിട്ടും. ഇത് എല്ലാവർക്കും കിട്ടൂല. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശു ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടൂല. ആ ടേബിൾ കണ്ട ആളുകൾക്ക് മഞ്ഞ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ, ഈ 2 ക്ലാസ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റ് പറയുന്നുണ്ട്. 6ാമത്തെ ചാപ്റ്ററിൽ 8ാം ക്ലാസ്സിൽ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേര് ജമുന, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഹിമാലയൻ നദികൾ എന്നുള്ളതിൽ ആൾറെഡി പറയുന്നുണ്ട്. 1ാമത്തെ ചാപ്റ്ററിൽ പശ്ചിമ അസ്വസ്ഥത, ശൈത്യകാല മഴ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ശൈത്യകാല മഴ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാദേശിക വാദങ്ങളിൽ നമ്മൾ എടുത്തു പറയുന്നുണ്ട് അല്ലെ. റാബി വിളകൾക്ക് അനുയോജ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തണുപ്പ് കാലമാണ്, അതിൽ കൂടെ മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡിസ്റ്റർബൻസേ ആവുള്ളൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലമാണ്. പിന്നെ ഏതിലുണ്ട്, റാബി വിളകളുടെ കാലം നോക്കിയാൽ മതി, നവംബർ മുതലല്ലേ, 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നില്ലേ, റാബി വിളകളുടെ കാലം എന്ന് പറഞ്ഞിട്ട് നവംബറിലാണ് ഇറക്കുന്നത്. ശൈത്യകാല മഴ എന്ന് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇതും അറിയുന്ന ആൾക്കേ കിട്ടുള്ളൂ. അല്ലാത്തവൻ എന്ത് ചെയ്യും? അല്ലാത്തവൻ പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞിട്ട് പശ്ചിമം എന്ന് സ്യൂട്ട് ആവണമെങ്കിൽ അവിടെ ഒരു പടിഞ്ഞാറ് വരണ്ടേ, ആ പടിഞ്ഞാറ് ഇതിൽ മാത്രമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ നോക്കി കറുപ്പിച്ച ആളുകളുണ്ട്. എക്സാം ഹാളിൽ നിന്ന് തോന്നുന്നവരുടെ തോന്നലാണ് ഇവിടെ പശ്ചിമം ഉള്ളത് കൊണ്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ട് ഇവിടെ പടിഞ്ഞാറ്, അത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലും എന്ത് ചെയ്തു കറുപ്പിച്ചവരുണ്ടാവും. ഉണ്ടോ? അപ്പൊ അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. പക്ഷെ ഞാൻ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തണുപ്പ് കാലത്ത് മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുള്ളൂ എന്നുള്ള എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയോ, സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ, അത് അഡ്വാൻസ്ഡ് ആണെങ്കിൽ അത് തിരുവനന്തപുരത്ത് തോന്നക്കലിലേക്ക് പോകും എന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആലപ്പുഴ. പിന്നെയോ, ഇതിന് ആൻസർ ഇല്ല, ഇത് വെറുതെ സമയം കളയാനാണ്. ഇത് വെറുതെ സമയം കളയാൻ കിട്ടുന്നൊക്കെ വലിയ സംഖ്യ ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനി എനിക്ക് തെറ്റിയതാവും ചിലപ്പോൾ ഒന്നുകൂടെ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിൽ വീണ്ടും ചെയ്തിട്ട് എന്ത് ചെയ്യും, ചെറിയ വല്ല സംഖ്യ ഈ 15, 20, 25, 18 ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് കുറെ സമയം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ പോയിട്ടുണ്ടാവും. ഇതിൽ സമയം കളഞ്ഞിട്ട് മാത്സ് ഇന്ന് ചെറിയ മാത്സ് ഒക്കെ ചെയ്യാൻ പറ്റാതെ പോകുന്നവരൊക്കെ ഉണ്ടാവും. ഇതിൽ ഉത്തരമില്ല എന്നുള്ളത് നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവളെ അറിയാൻ പറ്റും. അത് ലാസ്റ്റ് പോരാൻ നേരത്ത് ഒന്നുകൂടെ നോക്കിയിട്ടുണ്ടോ, ചിലപ്പോൾ കിട്ടിയാലോ എന്നും വിചാരിച്ചിട്ട്. 20, 25, 28, 32 ഇതിങ്ങോട്ട് കൂട്ടിയിട്ട് 27ഉം 5ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 135, 135 മൈനസ് 105 എന്ന് ഗുണിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യും, 30 എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെയോ, ഇവിടെ 1000ന്റെയും പിന്നെ 2 വർഷത്തിലെ മറ്റേ 110 കൂടെ കൂട്ടി കഴിഞ്ഞാൽ 1210 എന്നുള്ളത്. ഇവിടെയോ, ഇവിടെ രണ്ടും കൂടെ ഗുണിക്കണമെന്നല്ലേ ഉള്ളൂ. 6 × 8ഉം 6 + 8ഉം പിന്നെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് വേറൊരു സംഭവം നടന്നത്, ഇതൊക്കെ ചെയ്യാനറിയാം. എങ്ങനെ? 6 × 8 48 എന്ന് കിട്ടി, ബൈ 6 + 8 അതും കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തുള്ള ഈ 48/14 മാച്ച് ആയത് ഇപ്പൊ ഇതിൽ ഏതാന്ന് കിട്ടുന്നില്ല. ഇത്രയും കിട്ടി, അത് നോക്കിയിട്ട് കിട്ടുന്നില്ല. 48/14 എന്നുള്ളത് ഇനിയിപ്പോ ഈ രീതിയിലേക്ക് എങ്ങനെയാണ് ഞാൻ മിശ്ര ഭിന്നാക്കണ്ടേ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മാർക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാർക്ക് പോയി. ഇത് എവിടെ അറിയുള്ളൂ, ഇത് പരീക്ഷ ഹാളിൽ ഇരിക്കുന്നവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ. വീട്ടിലൊന്ന് ചെയ്ത് നോക്ക്, വീട്ടിലൊന്ന് ചെയ്താൽ ഇത് കൂളായിട്ട് ഇരുന്ന് ചെയ്യും. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ പോകും. ഇനി ഇത് പിന്നെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മൾ ആ ഒരു ഗ എന്നുള്ള ആ ഒരു ലെവലിൽ എഴുതി കഴിഞ്ഞാൽ A/B അതെന്ത് ചെയ്യും, 15/14 എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടും. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്തത് മൗലികാവകാശം എല്ലാവർക്കും കിട്ടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്രയും വലിച്ചു വാരി ഡെക്കറേഷന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു അല്ലെ? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം ഇത്രയും വലിച്ചു നേടി ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അംബേദ്കർ. അത് എല്ലാവർക്കും എന്ത് ചെയ്യുന്നതാ, എല്ലാവർക്കും കിട്ടുന്ന മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A. ഇതൊക്കെ എവിടുന്നാ? ഇതൊക്കെ നമുക്ക് നമ്മളെ PSCയുടെ ബേസ് ആണ് എന്നുള്ളതും പറയാൻ പറ്റും. പിന്നെയോ, ആൾറെഡി ഏതിലുണ്ട്, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ചാപ്റ്ററിലും ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് അതേപടി എടുത്തിട്ടതാണ്. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം പ്രീവിയസ് ക്വസ്റ്റ്യനാ. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഏതിലാ പെടുക എന്നുള്ളത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29ഉം 30ഉം പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഇത് ഏതിലാ വരിക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാ, ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം എന്നുള്ളത്. പക്ഷെ അത് പ്രീവിയസ് ചെയ്യാത്തവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടാവും ഈ ന്യൂനപക്ഷങ്ങളെ ഞാനിപ്പോ മതസ്വാതന്ത്ര്യത്തിൽ പെടുത്തണോ, ചൂഷണത്തിൽ പെടുത്തണോ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുത്തണോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നോക്കേണ്ടി വരും. ഒരു സ്ലൈഡ് മിസ്സായോ? അതേ സ്ലൈഡാ? അയ്യോ ഉണ്ടല്ലോ. ഏതാ? 23ഓ? ക്വസ്റ്റ്യൻ 23ഓ? അത് പറഞ്ഞില്ലേ? ഇത് ഇവിടെ ഉണ്ടല്ലോ. ഓ, ഇത് പറഞ്ഞില്ല, ഈ സ്ലൈഡ് പറഞ്ഞില്ല എന്നല്ലേ? ഓക്കെ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ബാക്കിയൊക്കെ സ്ക്വയർ ആണ് അല്ലെ? ബാക്കിയൊക്കെ സ്ക്വയർ ആണ്, 589 പെട്ടതല്ല. പിന്നെ 8:30 നേരെ 11:60 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 3:30 എല്ലാവർക്കും കിട്ടുന്ന ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക. 3, 5, 8, 8ന്റെ സ്ക്വയർ 64, 4, 7, 11, 11ന്റെ സ്ക്വയർ 121. ഈ ബന്ധം കണ്ടെത്താതെ അലഞ്ഞവരും ഉണ്ടാവും
അല്ലെ? കുറച്ചു പേര് ബന്ധം കണ്ടെത്താതെ അലഞ്ഞവരും ഉണ്ടാവും. ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഈ 35, 35, 70, 14 എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയൊക്കെ അങ്ങനെ അലഞ്ഞിട്ടുണ്ടാവും. ഈ 3, 5, 8, 8ന്റെ സ്ക്വയർ ആണ്. അതിലേക്കൊന്നും ഇങ്ങോട്ട് എത്തിക്കിട്ടണ്ടേ? അപ്പൊ അവിടെ മാർക്ക് കളഞ്ഞവരുണ്ടാവും. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ചത് ക്യൂബ. 1976 ശേഷം ഡിസംബറിൽ 2019 ഡിസംബറിന് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കാണ്. ഇത് തെറ്റിച്ചിട്ടുണ്ടാവും. ഇത് ആൾറെഡി ഇത് കറണ്ട് അഫയേഴ്സിന്റെ ബുക്കിലുണ്ടായിരുന്നു. അത് അറിയുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ, എല്ലാവർക്കും കിട്ടില്ല. അത് അറിയുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ. (2020) ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതെല്ലാം പറഞ്ഞല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന തീയതി ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റില് നമ്മുടെ ഭരണഘടന എന്നുള്ള ഫസ്റ്റ് ആ പേജിൽ തന്നെ ആമുഖം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. താഴെയുണ്ട് ആ ഡേറ്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആമുഖത്തിന്റെ ക്ലാസ്സിൽ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആമുഖത്തിന്റെ ക്ലാസ്സിൽ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. 28 പറഞ്ഞില്ലേ നമ്മള്? ഇനിയും പറയാത്തുണ്ടോ? 28 എന്താ ചോദ്യം? അയ്യോ, 28 ഏതാ ചോദ്യം? ONV ആണോ? ONV സാഹിത്യ പുരസ്കാരമാണോ? സുഗതകുമാരി അതെല്ലാവർക്കും കിട്ടുന്നല്ലേ? പ്രഥമ ONV സാഹിത്യ പുരസ്കാരം സുഗതകുമാരി എല്ലാവർക്കും കിട്ടുന്നതാണ്. അത് പിന്നെ വേറെ ആരെയും അവിടെ ഇപ്പോഴത്തെ മരണപ്പെടുകയും കൂടെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ഓർക്കും. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും എന്ത് ചെയ്യും? വർക്കൗട്ട് ചെയ്ത് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ചോദ്യമാണ് അത്. ഓക്കെ, അപ്പൊ ഈ ഡേറ്റ് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഇനി ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഒന്നും നോക്കിയില്ല. സ്റ്റോറേജ് ഉപകരണം എന്ന് കണ്ടപ്പോൾ ഹാർഡ് ഡിസ്ക് കയറി അടിച്ചു. ഹാർഡ് ഡിസ്ക് മാഗ്നറ്റ് ആണ്, ഓപ്റ്റിക്കൽ അല്ല എന്നുള്ളത് അപ്പത്തേക്ക് നോക്കിയില്ല. അവിടെ മാർക്ക് പോയി അല്ലെ? ഈ ചോദ്യം ഇങ്ങനെ വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ ഒന്നും നോക്കിയില്ല. DVD ഉണ്ട്, ബ്ലൂറേ DVD ഉണ്ട്, CD ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഹാർഡ് ഡിസ്ക് അല്ലേ കമ്പ്യൂട്ടർ മൊത്തം, അതുകൊണ്ട് ബേസിക് അതല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നുള്ളത്. ഒപ്റ്റിക്കൽ ഒന്നും നോക്കിയതേ ഇല്ല. പക്ഷേ ആ ഒപ്റ്റിക്കൽ നോക്കാത്തവന് ഈ ചോദ്യം പറ്റിക്കലാണെന്നെങ്കിലും എന്ത് ചെയ്യണമായിരുന്നു? അറിയണമായിരുന്നു കേട്ടോ. ഇവിടെ ഒപ്റ്റിക്കൽ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, ഈ വാക്ക് ശരിക്കും പറ്റിക്കലാണ്. കാരണം ഇവിടുന്ന് ഇത്രയും പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ മാർക്ക് പോവും. കാരണം അപ്പത്തേക്ക് ഹാർഡ് ഡിസ്ക് കയറി കറപ്പിച്ചിട്ടുണ്ടാവും. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിൽ ആകെ ഉപയോഗിക്കുന്ന ഏത് മാത്രമേ ഉള്ളൂ? ജിംബ് മാത്രമേ ഉള്ളൂ. അല്ലാത്തവരോ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ട് പെയിന്റ് ഒക്കെ ഞാൻ കുറെ യൂസ് ചെയ്ത് ചിത്രമൊക്കെ വരച്ചാണ് എന്നും പറഞ്ഞ് കയറി കറപ്പിച്ചിട്ടുണ്ടാവും അല്ലെ? അവനവന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പെയിന്റ് ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഞാനൊക്കെ ചിത്രം വരയ്ക്കാൻ കുറെ ചിത്രമൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് MS ഓഫീസ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് എന്തല്ല? ഫ്രീ സോഫ്റ്റ്വെയർ അല്ല. ഇവിടെ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിൽ ഏത് മാത്രമേ ഉള്ളൂ? ജിംബ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? അവിടെ നോക്കാനുള്ളൂ. പക്ഷെ ഇതൊന്നും എവിടുന്ന് ഓടൂല. ഇതൊന്നും നമുക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് ഓടൂല. കാരണം ചിത്രങ്ങൾ വരയ്ക്കാൻ എന്ന് കണ്ടപ്പോൾ ഒന്നും നോക്കില്ല, പെയിന്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നോക്കുള്ളൂ. SCRT ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മള് എക്സാം ഹാളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെയാ വരുന്നത്. കാരണം നമ്മളൊക്കെ ആകെ കമ്പ്യൂട്ടർ ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ എന്ത് ചെയ്യും? റോഡ് റാഷ് ഗെയിം എടുത്ത് കളിക്കും, അല്ലെങ്കിൽ സാറ് വരുമ്പോൾ വേഗം പെയിന്റ് ഓപ്പൺ ചെയ്തിട്ട് പെൻസിൽ എടുത്തിട്ട് വരയ്ക്കും. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നത്? എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് സഫാരി ഏത് വിഭാഗത്തിൽ പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? സഫാരി അറ്റ്ലീസ്റ്റ് ഈ ഐഫോൺ അങ്ങനെയുള്ളതിന്റെ ബ്രൗസറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് കാണാം, ആർക്ക് അറിയാൻ പറ്റും ബ്രൗസർ ആണ് എന്നുള്ളത് അറിയാൻ പറ്റും അല്ലെ? ആപ്പിളിലാണെങ്കിലും നമ്മൾ ഈ മറ്റേ അതിന്റെ ലാപ്ടോപ്പും മാക് ബുക്കും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഫുൾ ഏതായിരിക്കും? ഈ സഫാരി ബ്രൗസർ ആണ് എന്നുള്ളത്. എന്നാൽ ഇതറിയാത്തവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, വൈറസ് പ്രോഗ്രാം ആണോ, ട്രാവൽ എന്നുള്ള ഒന്നുണ്ടെങ്കിൽ അത് കർപ്പിക്കായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പരീക്ഷാ ഹാളിൽ തോന്നിയിട്ടുണ്ടാവും. ഇതിലാണെങ്കിൽ ട്രാവൽ എന്നുള്ള ഒന്നുമില്ല എന്നുള്ള ലെവലിൽ അങ്ങനെയും തോന്നിയിട്ടുണ്ടാവും. കാരണം ആകെ അറിയുന്ന സഫാരി എന്ന് പറയുന്നത് ഈ സഞ്ചാരം കാണിക്കുന്ന സഫാരിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയുന്നത്. പക്ഷെ നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നുണ്ട്? ബ്രൗസേഴ്സ് പഠിക്കുമ്പോൾ അതിൽ ഏത് പഠിക്കുന്നുണ്ട്? സഫാരി പഠിക്കുന്നുണ്ട്.
നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ഇതെന്ത് ചെയ്യും? ഇത് നമ്മൾ വിചാരിക്കുന്നത് കുക്കീസ് ഇടയ്ക്കിടെ മായ്ച്ചു കളയുക, അതാണ് നമ്മൾ വിചാരിക്കുന്ന ഉത്തരം. പക്ഷേ അവിടെ ഉത്തരം ഏതാണ്? കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക. അതെന്താന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വരാറുണ്ട്, കുക്കീസ് ഡിലീറ്റ് ചെയ്യൂ, മെമ്മറി ഫുള്ളാണ്, കുക്കീസ് ഡിലീറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് വരാറുണ്ട്. എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതും വൈറസും ആന്റി വൈറസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഫയൽസ് ക്ലീൻ ചെയ്യാനുള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് ഇത് കറുപ്പിച്ചോ എന്ന് മനസ്സ് പറയും. അവിടെ ഒരിക്കലും ഉത്തരം അതാവില്ല. കമ്പ്യൂട്ടർ ഇടയ്ക്കിടെ ഡീഫ്രാഗ്മെന്റ് ചെയ്യുക. അപ്പൊ ഇത് ശരിക്കും എന്താ? അറിയാത്തവനാണെങ്കിൽ ഇത് തൊടാനേ പാടില്ല. എന്ത് ചെയ്യാൻ പാടില്ല? തൊടാനേ പാടില്ല. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത്, അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിലായതുകൊണ്ട് അവിടെ ബഗ്സ് ആണ് എന്ത് ചെയ്യുക, അവിടെ യൂസ് ചെയ്യുക. ഇനി ബഗ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അതിന്റെ മീനിങ് എറർ ആണ് കേട്ടോ. ബഗിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറർ ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് രണ്ടും ആൻസർ ആണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അത് രണ്ടും ആൻസർ. അപ്പൊ ബഗ് എന്താണ് എന്ത് ചെയ്യുക, അവിടെ കോമൺ ആയിട്ട് പറയാറുള്ളത്. അപ്പൊ അവിടെ ആൻസർ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടെ ബഗ്ഗാണ് കിട്ടുക. പക്ഷെ അത് എല്ലാവർക്കും കിട്ടൂല. മിക്കവാറും ആളുകൾ എവിടെ കയറും? എറർ. എന്റെ കമ്പ്യൂട്ടറിൽ എന്റെ മൊബൈലിലൊക്കെ പ്രോഗ്രാം ഒക്കെ എപ്പോഴും കാണിക്കുന്നതാണ് എറർ എന്ന് പറഞ്ഞിട്ട്, എന്നൊരു സംഖ്യയും കൂടെ കാണിക്കും. ആ സംഖ്യയും കൂടെ ചോദിച്ചാൽ എനിക്ക് കാണാൻ പാടമാണ് 404. ഇതായിരിക്കും നമ്മുടെ മൈൻഡിലുള്ളത് അല്ലെ. നമുക്ക് ആകെ അറിയുന്നത് ഇതാണ്. നോർമലി ഇന്ന് കൂടുതൽ ആളുകളുടെ മൈൻഡിലേക്കും പരീക്ഷാ ഹാളിൽ നിന്ന് കയറി വന്നിട്ടുണ്ടാവുക എറർ. ആ സംഖ്യയും കൂടെ എനിക്കറിയാം 404 എന്നുള്ള ആ ഒരു ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കോമൺ ആയിട്ട് മൈൻഡിലേക്ക് കയറി വരുന്നത്. ബഗ്ഗാണ് ആൻസർ കേട്ടോ, ബഗ്ഗാണ് ആൻസർ. പക്ഷെ ബഗ് എന്ന് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബഗ് മീൻസ് എറർ എന്നേ കാണിക്കുള്ളൂ കേട്ടോ. ഇത് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്ന, ഇത് കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും ഹാജരായിട്ടുള്ളത് 16ഉം 20ഉം കൂട്ടിയിട്ട് 1 കുറച്ചാൽ 35, 36 - 1 എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്ലോക്കിൽ സമയം 9:35 ആയി കഴിഞ്ഞാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ളത് 9 × 30 270, 35 × 5.5 192.5, 270നെ 192.5 കുറച്ച് കഴിഞ്ഞാൽ 77.5 എന്നെന്ത് ചെയ്യും അവിടെ കിട്ടും. 2016 ഫെബ്രുവരി 25-ാം തീയതി അത് നമ്മൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് മാർച്ച് 1 ശനി നീട്ടി കഴിഞ്ഞാൽ മാർച്ച് 8 എത്രയായിരിക്കും? ശനി ആയിരിക്കും. പക്ഷെ അതിന്റെ ഇടയിൽ 2016 ലീപ്പ് ഇയർ ആണ്. 29 എന്നുള്ളത് കൂട്ടാൻ എന്ത് ചെയ്യണം? അവിടെ ഓർത്തിരിക്കണം. അത് കൂട്ടിയവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, കൂട്ടാത്തവർക്ക് ഇവിടെ എ ഓപ്ഷൻ നിന്ന് ചിരിക്കുന്നുണ്ടാവും. ധൈര്യം എഴുതിക്കോ വെള്ളി എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ ലീപ്പ് ഇയർ ഒന്നും ആ സമയത്ത് എന്ത് ചെയ്യൂല, മൈൻഡിലേക്ക് കയറി വരികയല്ല. ധൈര്യമായിട്ട് എഴുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എ ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കയറി കിടക്കും. നിഷയും സിനിയും സഹോദരിമാരാണ്. അതെന്തേ വരുള്ളൂ? സഹോദരനെ വരുള്ളൂ കേട്ടോ. മുരളിയുടെ സഹോദരിയാണ് ആര്? ഇവര് സഹോദരിമാരല്ലേ? അപ്പൊ ഇതെന്തേ വരുള്ളൂ? സഹോദരനെ വരും. വേറെ എവിടേക്ക് ഭാര്യ എന്നൊക്കെ കണ്ട് സഹോദരിയാണത് കേട്ടോ. അമ്മായി ഇവിടെ അല്ലേ വരുന്നത്, അമ്മായി വേറെയാണ് വരുന്നത്. അമ്മായി രാജിയല്ലേ? ഇവിടെ ഉത്തരേ തന്നെയാണ്, സഹോദരി തന്നെയാണ് കേട്ടോ. അത് പക്ഷെ കറക്റ്റ് എന്ത് ചെയ്യണം? കറക്റ്റ് ഇങ്ങനെ എഴുതി നോക്കണം. ലാസ്റ്റ് ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഞാൻ ആരാ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് പോകരുത് കേട്ടോ. ഇനി ഇതുമ്മലാണ് ഇന്ന് കുറെ ആളുകൾ വട്ടം കറങ്ങിയത്. ഇന്ന് കുറെ ആളുകൾ വട്ടം കറങ്ങി ഈ കോഡിങ് ഡീ കോഡിങ്ങിന്. ഇത് എന്താന്ന് തന്നെ ഒരു ഐഡിയ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ചിലർക്ക് കുറെ പേരെന്ത് ചെയ്ത് ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നോക്കിയിട്ട് ഓരോന്നും 13ന്റെ ഡിഫറൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടുപിടിച്ചവരുണ്ട്. അത്ര ആവശ്യമൊന്നുമില്ല. എന്തേ ഉള്ളൂ, ABCD 2 റോ ആക്കി എഴുതണം. മുകളിലും 13 എണ്ണം, താഴെയും 13 എണ്ണം. എക്ക് N, ബിക്ക് O, സിക്ക് P, ഡിക്ക് Q, ഇങ്ങനത്തെ ബന്ധേ ഉള്ളൂ. ഇപ്പൊ ഓരോരുത്തർക്ക് തോന്നുന്നു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു വേറെ എന്തൊക്കെയോ സംഭവമാണെന്നുള്ളത്. ABCD നിരത്തി 26 എണ്ണം എഴുതണമെന്നേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണം? മുകളിലും 13 താഴെയും 13 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് മാത്രമേ എന്ത് ചെയ്യണ്ടുള്ളൂ, നോക്കണ്ടുള്ളൂ കേട്ടോ. വേറൊന്നുമില്ല. വെറുതെ കുറെ സമയമൊക്കെ കളഞ്ഞിട്ടുണ്ടാവും. നമ്മള് സാധാരണ എന്ത് ചെയ്യാറുണ്ട്? മുമ്പേ പറയാറുണ്ട് എന്ത്,
ABCD എക്സാമിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എഴുതി വെക്കാറുണ്ട്. ജസ്റ്റ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എന്ത് ചെയ്യാറുണ്ട്, നോർമലി എഴുതാറുണ്ട്. പക്ഷെ ഇത് ചില ആളുകളൊക്കെ ഇരുന്ന് കണ്ടുപിടിച്ചാൽ എങ്ങനെയെന്നറിയോ, ചില ആളുകൾ ഇരുന്ന് കണ്ടിട്ട് ബി എന്നുള്ളത് ഓയും തമ്മിലുള്ള വ്യത്യാസം, ബി രണ്ടാമത്തെ ലെറ്റർ, O എന്ന് പറയുന്നത് അപ്പൊ 15ാമത്തെ ലെറ്റർ, അപ്പൊ ബിയും ഓയും തമ്മിലുള്ള വ്യത്യാസം 13, അത് അവിടെ എഴുതി വെച്ചു. അടുത്തത് O എടുത്തു, Oക്ക് ബി, അതും തന്നെയാണല്ലോ 13 തന്നെയാണല്ലോ. പിന്നെ എക്സും കെ എടുത്തു. ഇങ്ങനെ ഓരോന്ന് എണ്ണി നോക്കിയിട്ട് 15 എണ്ണമൊക്കെ എന്ത് ചെയ്തു, എണ്ണി നോക്കിയെടുത്താ. നോക്ക്, അത്രയും കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം കുറെ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ മാർക്ക് പോകും. രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ എല്ലാവർക്കും കിട്ടുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജകകല എല്ലാവർക്കും കിട്ടൂല. അത് സയൻസ് SCRT വായിച്ചവർക്ക് എന്ത് ചെയ്യുള്ളൂ, യോജകകല അതിൽ ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞിട്ട് പേശി കല എന്നുള്ളത്. അല്ലാത്തവർക്ക് എന്തായിരിക്കും, ഒക്കെ കലയായിരിക്കും. ഇന്ത്യയുടെ സുഗന്ധ വൃക്ഷം അത് അഗർവുഡ് എന്ന് അറിയുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അല്ലാത്തവര് ഇതിലിപ്പോ ഈ കൂട്ടത്തിൽ അഗർവുഡ് ഞാൻ കേട്ടിട്ടില്ല, അഖിലും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, അലസിപ്പൂ മരം അതും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, യൂക്കാലിപ്സ് നല്ല മണമാണ് അതെനിക്കറിയാം, അതുകൊണ്ട് മിക്കവാറും സുഗന്ധ വൃക്ഷം ഏതന്നെ ആയിരിക്കണം, അത്രയും മണമുള്ള വേറൊരു മരം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് കയറി കറപ്പിച്ച ആളുകളുണ്ടാവും. അല്ലെ? കാരണം അറിയാത്തൊരു ഫാക്റ്റാണ് ഇത്. എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. വെറുതെ അത് കയറി കറപ്പിച്ചിട്ട് കാര്യമില്ല. ആദ്യ വൃക്കമാറ്റ ശസ്ത്രക്രിയ അറിയാത്തവർ എന്ത് ചെയ്യാൻ പാടില്ല, ജോസഫ് E. മുറേ എന്നുള്ളത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, തൊടാതിരിക്കുക. ഞാൻ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾക്ക് എക്സാം ടൈറ്റ് ആയിട്ട് കാണണം, ടൈറ്റ് ക്വസ്റ്റ്യൻ കാണണം, എന്നാലേ കട്ട് ഓഫ് എന്ത് ചെയ്യുള്ളൂ, താഴുള്ളൂ. അതിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, തൊടാതെ പോരണം കേട്ടോ. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം ഇത് പെട്ട് എല്ലാവരും 1400 ഇങ്ങനെ പഠിച്ചു നിൽക്കുകയായിരുന്നു. നമ്മൾ നോർമലി 1400, 1300 to 1400 എന്ന് കറുപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇപ്പുറത്ത് ബി ഓപ്ഷൻ 1200 to 1400 നോക്കിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ എന്നെ കറുപ്പിച്ചോ, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒന്നുകൂടെ കുറയാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കുമ്പോ അപ്പുറത്ത് എന്ത് ചെയ്യുന്നത്, 1400 to 1500 വേറെ ചിരിക്കുന്നു. അത് കൂടെ എന്ത് ചെയ്തു. അത്രക്ക് നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ഇതെന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല, തൊടാനേ പാടില്ല. അപ്പോ നിങ്ങൾക്കൊരു മാർക്കല്ലേ കിട്ടാതിരിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ആ എടുത്തു വെച്ചതിൽ നിന്നും ആലോചിച്ച് നോക്ക്, ഈ മാർക്ക് പോകുമ്പോ അവിടെ പണിയാണ്, 8ന്റെ പണിയാണ്. അപ്പൊ ഇവിടെ ഇത് പോവും, ഇത് പോവും, ഇത് പോവും, പേശികലയും പോവും. ഒരു വൈറ്റമിൻ കെ മാത്രം എന്ത് ചെയ്യുള്ളൂ, അവിടെ കിട്ടുള്ളൂ. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ കാവ്യത്തിന്റെ രചയിതാവ് നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞാണ്, അതുലൻ. പിന്നെയോ ചർച്ച് മിഷൻ സൊസൈറ്റി, അത് തീർന്ന്, അത് കൊച്ചിയും തിരുവിതാംകൂറും തന്നിട്ട് മുകളിലൊരു കൊച്ചിയും തിരുവിതാംകൂറും ഒന്നിച്ചും കൂടെ തന്നപ്പോ എന്ത് ചെയ്തു, പിന്നെ ഇത് തന്നെ ആൻസർ ഉള്ളൂ കേട്ടോ. അത് കുറെ ആളുകൾക്ക് അവിടെ എന്ത് ചെയ്തു, അവിടെ മാർക്ക് പോയി. അതുലൻ അവിടെ കിട്ടിയിട്ടുണ്ട്. കപ്പലോട്ടിയ തമിഴൻ, അത് നമ്മൾ പണ്ട് മുതലേ പാരമ്പര്യമായിട്ട് കൈമാറിയിരുന്ന ഒരു ചോദ്യമാണ്. VO ചിദംബരം പിള്ള, അല്ലെ? എല്ലാവർക്കും കിട്ടുന്ന ഒന്ന്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപടി കോപ്പി പേസ്റ്റ് അടിച്ചത് വേണം. ഇനിയോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബോളിവർ, SCRT ആണ്. ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ ആകെ ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബോളിവർ എന്ന് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, ആകെ പഠിക്കാനുള്ളൂ, വേറൊന്നുമില്ല. കൊച്ചി അല്ലേ CMS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ആൻസർ ആണ് SCRTയിൽ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ടേബിൾ നിങ്ങൾ കണ്ടിട്ടും കാണാത്ത പോലെ പോയ ആളുകളല്ലേ. ഈ ടേബിൾ നിങ്ങൾ SCRTയിൽ കണ്ടിട്ടില്ലേ? 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ? കൊച്ചി, തിരുവിതാംകൂർ, ചർച്ച് മിഷൻ സൊസൈറ്റി. മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രസ് ഏതാണ്? CMS പ്രസ് എന്ന് നിങ്ങൾ കൂളായിട്ട് എഴുതുമല്ലോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രസ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂളായിട്ട് എഴുതും CMS പ്രസ് എന്നുള്ളത്. ആ CMS അപ്പോ തിരുവിതാംകൂറിലല്ലേ പ്രസ് സ്ഥാപിച്ചത്. അപ്പൊ അവിടെ കൊച്ചിയും തിരുവിതാംകൂറും സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതെന്താ, അവിടെ ഉത്തരം കൊച്ചിയും തിരുവിതാംകൂറും ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. കൊച്ചി സെപ്പറേറ്റും തന്നു, കൊച്ചിയും തിരുവിതാംകൂറും ഒന്നിച്ചും തന്നു, രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതല്ലേ. അപ്പൊ ആ മാർക്ക് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, കളഞ്ഞിട്ടുണ്ടാവും. അതെവിടേക്ക് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയത്? അതുലൻ കൊച്ചി തിരുവിതാംകൂർ പറഞ്ഞു, കപ്പലോട്ടിയ തമിഴൻ പറഞ്ഞു.
ലാറ്റിൻ അമേരിക്കൻ പറഞ്ഞു, ബൊളിവർ പറഞ്ഞു. ശീതസമരം 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞിട്ട് ശീതസമരം നമ്മൾ ഇത് എന്ത് ചെയ്തിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബെർണാഡ് ബറൂച്ച്. അന്നും കൂടെ ഞാൻ പറഞ്ഞു എന്ത്, കോൾഡ് ആയി കഴിഞ്ഞാൽ വിറച്ച് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? കോൾഡ് ആയി കഴിഞ്ഞാൽ വിറച്ച് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? നിങ്ങൾ തണുപ്പ് കയറി കഴിഞ്ഞാൽ വിറച്ചു എന്നുള്ള ആ ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്പെഷ്യൽ ക്ലാസ്സിൽ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടേം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓർമ്മയുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാവും, അല്ലാത്തവൻ ഈ ചോദ്യം കണ്ട് വിറച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോഴും ബെർണാഡ് ബറൂച്ച് എന്നത് ഓർക്കൂല. ഇനിയോ സുരക്ഷാ ഫ്യൂസ്, താപഫലം അറിയുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. നോർമലി സാധാരണ ഒരു പഠിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യൂല, അവിടെ ഉത്തരം കിട്ടൂല. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ SCERT വായിച്ച ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ന്യൂക്ലിയർ ബലം എന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് സയൻസ് ടഫ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അതും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനിയോ ഇത് പിന്നെ കിട്ടും. ദിസ് ഈസ് ദ പ്ലേസ് വേർ ഗാന്ധിജി ലീവ്ഡ്, അത് കിട്ടും. പക്ഷേ തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദി ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ. ഓരോരുത്തർ അവിടെ ഇരിക്കുന്നത്, ഇവിടെ ഒരു ദാ വന്നത് കൊണ്ട് പിന്നെ ഇവിടെ ഒരു ദാന്റെ ആവശ്യം ഇല്ല. അതായത് നമ്മളെ ഗ്രാമർ ഇങ്ങനെ, നമ്മളെ എക്സാം ഹാളിൽ നിന്ന് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കും. നമ്മൾ ഒന്നാമത് ഗ്രാമറിൽ നമ്മൾ വീക്കാണ്. 68 വിട്ടോ? 68 എന്താ ചോദ്യം? 68 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജന്റെ സബ്ഷെൽ, അത് പിന്നെ A തന്നെ കേട്ടോ. അറുപത്തിയെട്ട്, 69, 70 ഒക്കെ വിട്ടോ? അയ്യോ, 68 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓക്സിജന്റെ സബ്ഷെൽ അതെല്ലാവർക്കും എന്ത് ചെയ്യൂല, കിട്ടൂല. പിന്നെയോ ഓസോൺ പാളി കാണപ്പെടുന്നത് എല്ലാവർക്കും കിട്ടുമല്ലോ. ഓസോൺ പാളി കാണപ്പെടുന്നത് എല്ലാവർക്കും കിട്ടും, സ്ട്രാറ്റോസ്ഫിയർ. പിന്നെയോ ശരീരവേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് അനാൾജസിക്കുകൾ. ശരീരവേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് അനാൾജസിക്കുകൾ. അതും എന്ത് ചെയ്യും, അതും മുമ്പ് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇനിയോ ഇവിടെ ഉത്തരം ഏതാ? ഇവിടെ ഉത്തരം ദ ആണ്. റിവറിന്റെ മുമ്പിൽ എന്ത് ചേർക്കണം? ദ ചേർക്കും. ലേക്ക് ആണെങ്കിൽ അവിടെ നോ ആർട്ടിക്കിൾ ആണ് വരിക കേട്ടോ. ലേക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുക, നോ ആർട്ടിക്കിൾ വരുന്നത്. പക്ഷെ നമ്മളോട് നമ്മുടെ മൈൻഡ് നമ്മളെ ഇങ്ങനെ എക്സാം ഹാളിൽ നിന്ന് ഇങ്ങനെ ഗ്രാമർ പഠിപ്പിക്കും. ഇവിടെ ഒരു ദാ വന്നതുകൊണ്ട് പിന്നെ ദാന്റെ ആവശ്യം ഇല്ല. പിന്നെ റിവർ ആണെങ്കിലും എന്തിന്റെ ആവശ്യമില്ല, വേറൊരു ദാ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യമേ ഇല്ല. ഒന്ന് പറഞ്ഞു നോക്ക്, തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് കബനി റിവർ, അത്രയല്ലേ ആവശ്യമുള്ളൂ. അതാണ് നമ്മളെ മൈൻഡ് നമ്മളെ ഗ്രാമർ പഠിപ്പിക്കുന്നത് പരീക്ഷാ ഹാളിൽ നിന്ന്. ഇങ്ങനെ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മളെ ഗ്രാമറും PSCയുടെ ഗ്രാമറും തമ്മിൽ കൂട്ടത്തിലേ ചേരൂല കേട്ടോ. നമ്മുടെ ഗ്രാമറും PSCയുടെ ഗ്രാമറും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, കൂട്ടത്തിൽ ചേരില്ല. അത് എപ്പോഴും ഓർത്തുള്ളൂ. നമ്മളെ ഗ്രാമർ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അന്ന് മൊത്തം തെറ്റായിരിക്കും. ഇനിയോ ഇതിലും അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്തു. വി വിൽ പേ ഫോർ ദി ഡാമേജ്. ഇത് വലിയ കുഴപ്പമില്ല. ഇത് വി ഓഫേർഡ് ടു പേ ഫോർ ദി ഡാമേജ്, അതെന്ത് ചെയ്യും, അത് അവിടെ കിട്ടും. ഇത് അറിയുന്നവന് മാത്രമേ കിട്ടുള്ളൂ, റെയിൻ ആണ് എന്നുള്ളത്. അതും അതിന്റെ മുകളിലത്തെ അവിടെ അറിയുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. കാരണം ഇംഗ്ലീഷിനെ പേടിയുള്ളവർ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും. എവിടുന്ന് തുടങ്ങുന്നറിയോ? ഇവിടെ വേറെ എഴുതി, ഇവിടെ നോ ആർട്ടിക്കിൾ എഴുതി, ഇത് സ്കിപ്പ്, ഇത് സ്കിപ്പ്, ഇത് പിന്നെ സ്കിപ്പ് ചെയ്യാൻ അങ്ങോട്ട് തോന്നുന്നില്ല. ഒന്നുകിൽ സ്കിപ്പ് അല്ലെങ്കിൽ സി കയറി കറുപ്പിച്ചിട്ടുണ്ടാവും. എ വെസ്റ്റേൺ സോങ് വാസ് ബീയിങ് സങ് ബൈ മിച്ചു എന്നത് ചെയ്തിട്ടുണ്ടാവും, സി കയറി കറുപ്പിച്ചിട്ടുണ്ടാവും കുറെ ആളുകൾ. അവിടെ ഈസ് ബീയിങ് എന്ന് എന്ത് ചെയ്യുള്ളൂ, എ വെസ്റ്റേൺ സോങ് എന്നുള്ളതുകൊണ്ട് ഏതേ വരുള്ളൂ, അവിടെ ഈസേ വരുള്ളൂ. അപ്പൊ എന്തായാലും നൺ ഓഫ് ദി ഒന്നും വരൂല എന്നുള്ള ധൈര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്ഷൻ സി കറുപ്പിക്കുന്നത്. അപ്പൊ അവിടെ അതും എന്ത് ചെയ്തിട്ടുണ്ടാവും, അതും പോയിട്ടുണ്ടാവും. ഇനി എക്സ്പാൻഷൻ ഓഫ് എക്സെട്ര, ഇത് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഇത് കറുപ്പിച്ച ആളുകൾ ഉണ്ടാവും, ഇതും കറുപ്പിച്ച ആളുകൾ ഉണ്ടാവും. പക്ഷെ എന്ത് മാത്രം നോക്കിയാൽ മതി, ആ ETCയുടെ ഫ്ലോ അങ്ങ് നോക്കിയാൽ മതി അല്ലെ. ഇതിപ്പോ നമ്മൾ ETC എന്ന് ഷോർട്ട് എഴുതുമല്ലോ, ആ ETC എന്ന് വരുന്നത് അവിടെ എക്സെട്ര എന്ന് പറയുന്നത് ഇതല്ലേ മെയിൻ ആയിട്ടുള്ളൂ അല്ലെ. ഇത് 6 ഇടക്ക് വരുന്നില്ലേ, എക്സെർട്ട എന്നല്ലേ വരുന്നത്. ഇതിൽ എന്തായാലും വരുന്നില്ല. ഇത് 6 ഇപ്പുറത്ത് വന്നു, എക്സെർട്ട എന്നെന്ത് ചെയ്തു. അപ്പൊ അത് നോക്കണ്ടേ ഉള്ളൂ ജസ്റ്റ് അവിടെ. അല്ലാത്തവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലാത്തവർ തെറ്റിച്ചിട്ടുണ്ടാവും.
പക്ഷെ ഇതൊന്നും ആ സമയത്ത് ഓടൂല. ആ സമയത്ത് നമുക്ക് ഇതും എക്സെട്രയാണ്, ഇതും എക്സെട്രയാണ്, ഇതും എക്സെട്രയാണ്, ഇതും എക്സെട്രയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ആൾ ഓഫ് ദി അബവ് ഉണ്ടെങ്കിൽ അതങ്ങ് കൊടുത്താൽ മതിയായിരുന്നു, ഇത് വെറുതെ നമ്മളെ പറ്റിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിട്ടിരിക്കുന്നത്. നമുക്കൊക്കെ എന്താണ്, ഒക്കെ എക്സെട്രയാണ്. പിന്നെ ഓഡ് വൺ ഔട്ട്, അത് ഏതേ വരുള്ളൂ, ട്വിസ്റ്റ്. ലെറ്റ്സ് പ്ലേ, ലെറ്റ് വന്നാൽ ഷാൾ വി, പണ്ട് മുതലേ കൈമാറി എന്ത് ചെയ്യുന്നതാ, കൈമാറി വരുന്നതാണ്. പിന്നെയോ ജോൺ ഈസ് ദ മാൻ ഹൂ സേവ്ഡ് ദ ചിൽഡ്രൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ 2 മാർക്ക്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അവിടെ 2 മാർക്ക് പോകും. ഇഫ് ഐ വർ, അത് വരുമ്പോ ഏതേ വരുള്ളൂ, വുഡിന്റെ വരുള്ളൂ. പിന്നെയോ ഇവിടെ ഉദ്ദേശിച്ചത് വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ് എന്നാണ് ഉദ്ദേശിച്ചത്. ഡിഫെൻസിബിൾ തെറ്റാണ്, മാനേജബിൾ തെറ്റാണ്, സ്കൗണ്ടറൽ തെറ്റാണ്, ഒക്യുപ്പന്റ് മാത്രമാണ് ശരി. ചോദ്യം അതായിരുന്നു കൊടുക്കേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്പെൽറ്റ് വേർഡ് എന്നാണ് കൊടുക്കേണ്ടിയിരുന്നത്. അവിടെ കറക്റ്റ് ഒക്യുപ്പന്റ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ചോദ്യം എന്താ, മിസ്പെൽറ്റ് ആണ്. മിസ്പെൽറ്റ് 3 എണ്ണം ഉണ്ട്. അപ്പൊ അതെന്തായാലും എന്ത് ചെയ്യും, അത് ക്യാൻസലേഷൻ പോകും കേട്ടോ. ഇനിയോ ഫിക്കിൾ, കോൺസ്റ്റന്റ്, അതെല്ലാവർക്കും കിട്ടൂല. മെയ്ഡപ്പ് എല്ലാവർക്കും കിട്ടൂല. അലേർട്ട്, സിനോണിം എന്ത് ചെയ്യൂല, എല്ലാവർക്കും കിട്ടൂല. അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, തൊടാതെ ഇങ്ങനെ പോവേണ്ട ചോദ്യങ്ങളാണ് അതൊക്കെ. ഇംഗ്ലീഷ് ടഫുള്ള ആളുകൾക്ക് തൊടാതെ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്ത് പോകേണ്ട ചോദ്യങ്ങളാ. പിന്നെ ഡെഡ് ലൈൻ, അത് പിന്നെ കിട്ടും. എവരിബഡി, ഇത് ഈ ക്ലൈംസിൽ ഒരു പ്രശ്നം ഉണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, നല്ല അറിവുള്ള ആളുകൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യപ്പെടും, ഇതും ക്യാൻസലേഷൻ എന്ത് ചെയ്യും, അവിടെ പോവും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഏത് കൊടുക്കാം, ഡോൺ ദേ എന്നെന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. പിന്നെ കാലിക്കറ്റ്, ഫാർദർ, അത് കിട്ടും. വിൽ ഹാവ് റിസീവ്ഡ്, എല്ലാവർക്കും കിട്ടിക്കോണം എന്നില്ല, ഗ്രാമർ അറിയുന്നവനെ കിട്ടുള്ളൂ. പിന്നെ എന്ത് ചെയ്യും, വിഷ് ടു സ്റ്റാർട്ട്, ഇത് പിന്നെ നോർമലി എന്ത് ചെയ്യും, ആ ഒരു ഫ്ലോയിൽ കുറച്ച് പേർക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെയോ ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ, ഇവിടെ എന്ത് ചെയ്യും, സാധാരണ, അതായത് പോലീസ്, ഫയർമാൻ, ഇത് മാത്രം പ്രതീക്ഷ പഠിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇവിടെ ഒരു 4 മാർക്ക് പോകും. 4 മാർക്ക് പോവാന്ന് പറഞ്ഞാൽ 4 അവർ സ്കിപ്പ് ചെയ്യും. സാധാരണ ഫിസിക്കൽ മാത്രം കണ്ടുകൊണ്ട് യൂണിഫോം ഇടണം എന്നുള്ള താല്പര്യത്തോടുകൂടെ വലിയ അറിവൊന്നുമില്ല, ഞാൻ അത്ര ഡീപ്പ് ഒന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് അങ്ങനെ പോകും കേട്ടോ. പിന്നെ മലയാളം, അത് വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ചേർത്ത് എഴുതുക, ഉദ്മുഖം, ഉന്മുഖം, ഇത് എല്ലാവർക്കും കിട്ടുന്നതല്ല. കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഉൽമുഖം കയറി കറുപ്പിച്ചിട്ടുണ്ടാവും. അറിയാത്തതാണെങ്കിൽ എന്ത് ചെയ്യാം, അറിയാത്തതാണെങ്കിൽ അവിടെ സ്കിപ്പ് ചെയ്യാം. പിന്നെ നിർദ്ദയം, സദയം, അതും അറിയുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ കിട്ടുള്ളൂ. പിന്നെ വേദ പാരംഗതൻ, വേദത്തിൽ പാരംഗതനായവൻ, അത് എക്സാം ഹാളിൽ നിന്നൊക്കെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. പാര പണിയുന്നവൻ എന്ന് വല്ല ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെയാണ് കയറിയിട്ട് എന്ത് ചെയ്യുക, കറുപ്പിക്കുക. അങ്ങനെ വല്ല ഓപ്ഷനൊക്കെ കൊടുത്തത്, വേദത്തിൽ പാര പണിയുന്നവൻ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടേക്കൊക്കെയാ പോവുക. കാരണം ഇത് ഇങ്ങനെ ഒന്നും നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഡയറക്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. വിനയചിത്തിന് ഉദാഹരണം, കാണാൻ പോയി. അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ല്, അതിലിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ഒരു വടിക്ക് 2 പക്ഷി, കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം, ഊണിന് കൃത്യം, വാക്കിന് സത്യം. സത്യം പറഞ്ഞ എക്സാം ഹാളിൽ നിന്ന് നോക്കുമ്പോൾ ഒരെണ്ണവും അന്നവുമായിട്ട് ബന്ധമില്ല അല്ലെ, ഒരെണ്ണവും അന്നവുമായിട്ട് ബന്ധമില്ല. പിന്നെ അവിടെ ഊണ് ഇങ്ങോട്ടേക്ക് തന്നത് കൊണ്ട് വേണമെങ്കിൽ ഞാനിത് അന്നത്തിന്റെ ഭാഗം ആക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് കർപ്പിച്ചിട്ടുണ്ടാവും. അത് അങ്ങനെയാണ് ഇന്നൊരു മാർക്ക് ശരിക്കും എന്ത് ചെയ്തത്, അവിടെ കിട്ടിയത്. കാരണം ബാക്കി എങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല, അവിടെ മീനിങ്ങും കിട്ടുന്നില്ല, നമുക്കൊന്നും അറിഞ്ഞൂടാ. അന്നവുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഭക്ഷണവുമായിട്ട് ഒരു ബന്ധം വരുന്നില്ല. പിന്നെ നിങ്ങളായിട്ട് ഊണ് എന്ന് തന്നത് കൊണ്ട് ഞാൻ ഇനി അത് അന്നത്തിന്റെ ഭാഗമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ കുറച്ച് പേര് കയറി കറിച്ചിട്ടുണ്ട്. അല്ലാത്തവർ ഇതും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. ധനാശി പാടുക, LDC ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നും ചോദിക്കുന്നതാണ്, അവസാനിപ്പിക്കുക. ശരിയായ പദം ഏത്, കൈ ചെലവ് എന്നാണ്. പക്ഷെ സ്വന്തം ബുദ്ധിക്ക് ആലോചിച്ചിട്ട് കൈ ചിലവ് എന്നല്ലേ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സാം ഹാളിൽ നിന്ന് അത് കയറി കറുപ്പിച്ചിട്ടുണ്ടാവും. ചിലവല്ലേ കറക്റ്റ്, ചെലവ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ എ ഓപ്ഷനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെയും കയറി കറുപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ മലയാളം എന്ത് ചെയ്തിട്ടുണ്ടാവും, 1, 2. മലയാളം ഇന്ന് അത്യാവശ്യം എന്ത് ചെയ്തു, പരീക്ഷിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും.
3, 4, 5 മാർക്ക് മലയാളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്തായി? നല്ല മാർക്കായി. എത്രയായി? 100 മാർക്കും കഴിഞ്ഞല്ലോ. 1, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 41, 46. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കോൺസ്റ്റബിളിനാണെങ്കിൽ ഇപ്പൊ ഇതിൽ ഏകദേശം നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് ഒരു 46 എണ്ണമൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 46 എണ്ണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 54. അത് പോലീസ് കോൺസ്റ്റബിൾ ആയതുകൊണ്ട് ഫിസിക്കലിന് ആളെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? കട്ട് ഓഫ് പോലീസ് കോൺസ്റ്റബിളിൻ്റെതിന് ഒരു 36 മുതൽ 46 വരെ റേഞ്ച് എന്ത് ചെയ്യേണ്ടി വരും? പോലീസ് കോൺസ്റ്റബിളിന് കാണേണ്ടി വരും കേട്ടോ. പോലീസ് കോൺസ്റ്റബിളിൻ്റെതിന് നമ്മൾ ഇത്ര എന്ത് ചെയ്യേണ്ടി വരും? 99, 100 പറഞ്ഞില്ലേ? 99 CNA വരിക. പിന്നെയോ അന്ത്യം പ്ലസ് ഇൽ. ഇതില് അന്ത്യം പ്ലസ് ഇല്ല് കിട്ടും. ഇതെന്ത് ചെയ്യൂല? ഇത് കിട്ടൂല. ഇത് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഒരു 36 മുതൽ 46 വരെയൊക്കെ പോലീസ് കോൺസ്റ്റബിളിന് എന്ത് ചെയ്യേണ്ടി വരും? പോലീസ് കോൺസ്റ്റബിളിന് കട്ട് ഓഫ് കാണേണ്ടി വരും. ലേഡീസ് മാത്രമുള്ളതിനാണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? 10 മാർക്ക് കൂടുതൽ കാണേണ്ടി വരും. പിന്നെയോ ലീഗൽ മെട്രോളജി ആണെങ്കിൽ 60 to 65 റേഞ്ചിൽ കാണേണ്ടി വരും. ലീഗൽ മെട്രോളജിക്ക് ആണെങ്കിൽ ഒരു 60 to 65 റേഞ്ചിൽ എന്ത് ചെയ്യേണ്ടി വരും? കാണേണ്ടി വരും. ഫയർ വുമൺ എന്ന് പറയുന്നത് പെൺകുട്ടികൾ മാത്രമുള്ളതായതുകൊണ്ട് കോമ്പറ്റീഷൻ എന്ത് ചെയ്യും? കോമ്പറ്റീഷൻ അവിടെ കൂടും. അപ്പൊ പോലീസ് കോൺസ്റ്റബിളിന്റെ ആണ് ഞാൻ പറഞ്ഞത് ഒരു 36 മുതൽ 46 റേഞ്ച് വരെയൊക്കെ എന്ത് ചെയ്യാം? അവിടെ വരാം. ലീഗൽ മെട്രോളജിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് 60 to 65. അതിന് ഫിസിക്കൽ ഇല്ലല്ലോ. ഫിസിക്കൽ ഇല്ലാത്തതിനാണ് ഞാൻ പറഞ്ഞത്. ഫിസിക്കൽ ഇല്ലാത്ത പോസ്റ്റിനാണ് ഞാൻ പറഞ്ഞത് 60 to 65 എന്ന് പറഞ്ഞത് കേട്ടോ. അതിൽ ആ 2 പോസ്റ്റ് വരും. മറ്റേ ഫിസിക്കൽ ഇല്ലാത്തൊരു പോസ്റ്റ് ഇല്ല അതില്. ആ ഫിസിക്കൽ ഇല്ലാത്ത പോസ്റ്റിനാണ് ഞാൻ പറഞ്ഞത് 60 to 65 ഏകദേശം കേട്ടോ. പിന്നെയോ ഫയർ വുമൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ റേഞ്ചിൽ നിന്ന് ഒരു 15 മാർക്കെങ്കിലും എന്ത് ചെയ്യണം? കൂടുതൽ കാണേണ്ടി വരും. പെൺകുട്ടികൾ മാത്രം ഉള്ളത് കൊണ്ട് ഒരു 50 മുതൽ 60 വരെയെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും? അവിടെ കട്ട് ഓഫ് കാണേണ്ടി വരും ഫയർ വുമണിന് കേട്ടോ. പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ ഒരു 36 to 46. ഫയർമാന് മാത്രമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? പോസ്റ്റ് കുറവായിരിക്കും. അവിടെയും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ ഫയർ വുമണിന്റെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കാണേണ്ടി വരും കേട്ടോ. ഫയർ വുമണിന്റെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒഴിവ് കുറവല്ലേ? അപ്പൊ ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സൈസ് ആണെങ്കിൽ 10 മാർക്ക് എക്സ്ട്രാ പോലീസിനെക്കാളും പ്ലസ് വരും. ഫയർമാൻ ആണെങ്കിൽ 15 മാർക്ക് പ്ലസ് വരും. ഏതിലൂടെ? ഈ 36ലൂടെ കേട്ടോ. 36 + 10 സിവിൽ എക്സൈസ് എന്നുള്ള ലെവലിൽ എടുക്കേണ്ടി വരും. 15 എന്നുള്ളത് ഫയർമാൻ്റെ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യേണ്ടി വരും? എടുക്കേണ്ടി വരും. കാരണം ഫയർമാൻ എന്ത് ചെയ്യാറുണ്ട്? നോർമലി നമ്മൾ 30, 32 ഒക്കെ പോലീസിന് കട്ട് ഓഫ് വരുമ്പോൾ അവിടെ 56 മുതൽ 64 വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഫയർമാന് കട്ട് ഓഫ് വരാറുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പോലീസ് കോൺസ്റ്റബിളിന്റെ താഴും. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ചാണെങ്കിലോ? ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് കട്ട് ഓഫ് ഇടുകയാണെങ്കിൽ ഈ റേഞ്ചിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. 36 to 46 എന്ത് ചെയ്യുള്ളൂ? ഏകദേശം കട്ട് ഓഫ് ഈ ഒരു റേഞ്ചിലെ പോലീസ് കോൺസ്റ്റബിളിന് കാണേണ്ടതുള്ളൂ. സെപ്പറേറ്റ് പോസ്റ്റ് ആയിട്ടാണെങ്കിൽ ഇതിനനുസരിച്ചിട്ട് കൂടും കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി ബാക്കിയുള്ളവർക്ക് അടുത്ത എക്സാം എഴുതുന്നവർക്ക് ഉള്ള സൂചന കറക്റ്റ് ഉണ്ട്. പൊതുഭരണം എവിടെ നിന്നാണ് ചോദ്യം വന്നത്, ഇന്ത്യൻ ഇക്കോണമി എവിടെ നിന്നാണ് ചോദ്യം വന്നത് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇതില് സപ്ലി ഒന്നും ഉണ്ടാവില്ല. ഇതെന്താണ്? ഇത് പ്രിലിംസ് അല്ലേ. പ്രിലിംസിനൊരു കട്ട് ഓഫ് എല്ലാ വിഭാഗങ്ങൾക്കും കൂടെ ഉള്ള കട്ട് ഓഫ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് ഈ 36, 35 വരെയൊക്കെ. ഡിലീഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 35 to 45 ഇടയിലൊക്കെ എന്ത് ചെയ്യാൻ വരാം. ഒരു 4 എണ്ണം ഇല്ലേ ഡിലീഷൻ കേട്ടോ.
ആ 4 ഡിലീഷനും കൂടെ എന്ത് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞതിനനുസരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് താഴാം. അപ്പൊ ഇനിയുള്ള ആളുകൾ എന്ത് ചെയ്തോണം, പതുക്കെ ഫിസിക്കലിനൊക്കെ തുടങ്ങിക്കോണം കേട്ടോ. ഇനിയുള്ള ആളുകൾ എന്ത് ചെയ്യണം, പതുക്കെ ഫിസിക്കലിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തോണം, തുടങ്ങിക്കോണം. രാവിലെ എണീറ്റ് നാളെ തന്നെ പോയിട്ട് എന്ത് ചെയ്യരുത്, 4 റൗണ്ട് ഓടാന്ന് പറഞ്ഞിട്ട് വെറുതെ കയറി ഓടരുത്. ഇത്രയും കാലം ശരീരം അനക്കാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, പതുക്കെ അനക്കി നടന്നു തുടങ്ങിയിട്ട് പതുക്കെ എന്ത് ചെയ്താൽ മതി, ആദ്യം പതുക്കെ നടത്തം, പിന്നെ സ്പീഡിലുള്ള നടത്തം, പിന്നെ ജോഗിങ്, പിന്നെ ഓട്ടം, അങ്ങനെ പതുക്കെ പതുക്കെ കയറി വരാവുള്ളൂ. അല്ലെങ്കിൽ നാളെ തന്നെ പോയിട്ട് ഓട്ടം തുടങ്ങി ഇന്ന് 70 മാർക്ക് സ്കോർ ചെയ്താണെന്ന് പറഞ്ഞിട്ട് നാളെ തന്നെ പോയി ഓടിക്കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ കിടപ്പിലാവും കേട്ടോ. അപ്പൊ അമ്മാതിരി പണിയൊന്നും എന്ത് ചെയ്യരുത്, ഫിസിക്കലിന് ഒരുങ്ങുന്നവര് എടുക്കാൻ നിൽക്കരുത്. പിന്നെ ഒരു മാസം റെസ്റ്റ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ആ വേദനയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുള്ളൂ, മാറി കിട്ടി പിന്നെ അടുത്ത ഫിസിക്കലിന് റെഡി ആവുള്ളൂ. അപ്പൊ പതുക്കെ എന്ത് കാര്യങ്ങളാണെങ്കിലും എന്ത് ചെയ്യാവുള്ളൂ, തുടങ്ങാവൂ കേട്ടോ. ഫിസിക്കലിന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങളെ ബോഡിയെ ശരിയാക്കി എടുക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെയാണ്. പിന്നെയോ അടുത്ത 18 പരീക്ഷയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ഫാക്ട്സ് എന്ത് ചെയ്യാം നാളെ കേട്ടോ. അടുത്ത എക്സാം ഉള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കണക്റ്റഡ് ഫാക്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം. ഒപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പൊതുഭരണം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തോളുക, നന്നായിട്ട് നോക്കിക്കോളുക കേട്ടോ. ഓക്കെ, നമ്മള് ആ ഒരു സമയത്തൊക്കെ പൊതുഭരണം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഒക്കെ ഇട്ട് വരുമ്പോ പലർക്കും എന്തിനു മടിയാ, PDF തുറന്ന് വായിക്കാൻ മടിയാ. ആ മടി ഇന്ന് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ ഒരു ചാപ്റ്റർ ഒക്കെ പറഞ്ഞിട്ട് പൊതുഭരണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പഠിക്കാനുള്ള ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചാപ്റ്റർ PDF ആയിട്ട് ഇട്ട് തരുമ്പോൾ PDF അത് ക്ലാസ് ആയിട്ട് അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ തിരക്കില്ല. എന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഒരു തവണ ഒന്ന് വായിച്ച് അതിലത്തെ സെന്റൻസിനോട് നിങ്ങളൊരു ടച്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ടച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ സെന്റൻസ് നിങ്ങൾ ഒരു തവണ വായിച്ച ആളാണെങ്കിൽ അവിടെ ആസൂത്രണം കയറി കറപ്പിക്കോ? ഒരു തവണ ആ സെന്റൻസ് വായിച്ച ആളാണെങ്കിൽ ഇന്ന് അവിടെ ആസൂത്രണം കയറി കറപ്പിക്കുവോ? ഇല്ല. ആ ടേബിളിൽ തിരുവിതാംകൂർ കൊച്ചി എന്ന് ഒരു തവണ നോക്കി മനസ്സിരുത്തി വായിച്ച ആളാണെങ്കിൽ ഇന്ന് അവിടെ കൊച്ചി തിരുവിതാംകൂറിന്റെ കൺഫ്യൂഷൻ ആണ് ഉണ്ടാവുമോ? വരില്ല. അപ്പൊ എന്തുകൊണ്ടാ പ്രശ്നം? നമ്മള് ടെക്സ്റ്റിന്റെ ക്ലാസ് ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ ചാപ്റ്റർ പറയുന്നുണ്ട്. പക്ഷെ ഒപ്പം ഒരു തവണ നിങ്ങൾ എന്ത് ചെയ്യണം, ആ SCRT ടെക്സ്റ്റ് ബുക്ക് A to Z അവിടെ കുട്ടികൾക്ക് പൂരിപ്പിക്കാനുള്ള കാര്യമാണെങ്കിലും അവിടെ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് നോക്കിയിട്ട് പോകണം. എന്തിന് ക്ലാസ് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ അവിടെ 1770 കറപ്പിക്കാത്ത എത്ര പേരുണ്ട് ഇന്ന്? ക്ലാസ്സിൽ നമ്മൾ നോട്ടിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് 1770 എന്ന് ഇന്ന് കറപ്പിക്കാതെ പോകുന്ന ക്ലാസ് കേട്ട് പഠിച്ച ആളുകൾ എത്രത്തോളം ഉണ്ട്? കാരണം അവിടെ എന്തിനു കൊടുത്തിട്ടില്ല, സ്ട്രെസ് കൊടുത്തിട്ടില്ല. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കൊൽക്കത്ത എന്ന് മാത്രം കൊടുത്തു. ബാക്കി 1770 അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, നോക്കാതെ പോകുന്നു കേട്ടോ. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം, പഠിച്ചോളുക. നേരത്തെ പഠനം നിർത്തിയ ആളുകളൊക്കെ എന്ത് ചെയ്തോളുക, എടുത്തു വെച്ച് വീണ്ടും സ്ട്രോങ് ആയിട്ട് പഠനം തുടങ്ങിക്കോളുക. അടുത്ത മെയിൻ എക്സാമിന് മുന്നിൽ കണ്ട് നന്നായിട്ട് പഠിച്ചോളുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് എന്തിനാ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുഭരണം എന്ന ചാപ്റ്ററിലാണ് വരിവരിക്ക് ഓരോ പേജിൽ നിന്ന് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗാന്ധിജിയുടെ കോട്ടിങ്, പിന്നെ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. സെന്റൻസ് അതേപടി കോട്ട് ചെയ്ത് അക്ഷയ കേന്ദ്രം ജനങ്ങളെ മറ്റേ ഇ ഗവേണൻസ് ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ഇത് പിന്നെ ലോക്പാൽ ലോകായുക്ത നമ്മൾ കണ്ട് ഏകദേശം ഇതായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ബാങ്കുകളുടെ വളർച്ച ഇന്ത്യയിൽ 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. വർഷമടക്കം ചെയ്തു അവിടെ കൊടുത്തു. പിന്നെയോ ആ ഉപഭോക്തൃ സംരക്ഷണത്തിലുള്ള അപേക്ഷാ ഫോമിൽ നിന്നാണ് ഈ ചോദ്യം. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരുന്ന പരാതിക്ക്, അപ്പൊ ഇനി അടുത്ത പരീക്ഷകൾ ആളുകൾ എന്തായാലും നോക്കിക്കോ, 1 ലക്ഷം രൂപ വരുന്ന പരാതിക്ക് 100 രൂപ, പിന്നെയോ 5 ലക്ഷം വരെയാണെങ്കിൽ 200 രൂപ, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 400 രൂപ, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 20 ലക്ഷം വരുന്ന പരാതിക്കാണെങ്കിൽ 500 രൂപ. അതൊക്കെ എന്ത് ചെയ്തോ, ടേബിളുകൾക്ക് പ്രാധാന്യം നല്ലോണം കൊടുക്കണം. നമ്മൾ എപ്പോഴും പറയാറില്ലേ, SCRTയുടെ ടേബിളുകൾക്ക് എന്തായാലും പ്രാധാന്യം കൊടുക്കണം. അത് അപേക്ഷാ ഫോം ആണെങ്കിലും ഭരണഘടനയാണെങ്കിലും ചിത്രമാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. പിന്നെയോ ഇതിനും നോർമലൈസേഷൻ വരും കേട്ടോ. ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞല്ലോ, ഒരു സ്റ്റാൻഡേർഡ് എക്സാം, ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് പറഞ്ഞല്ലോ,
36 എന്ന് പറഞ്ഞല്ലോ. ഇത് നോർമലൈസേഷൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറോട് വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഏകദേശം അതിലേക്ക് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഫസ്റ്റിലത്തെ പ്രിലിംസ് മറ്റേത് കഴിഞ്ഞ പോലെ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്തതാ SCRT. ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഇത് മാത്രമൊന്നല്ല, പശ്ചിമ അസ്വസ്ഥത, അതേപോലെ തന്നെ സൈമൺ ബോളിവറിൻ്റെത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് വന്നിട്ടുണ്ട് SCRT-യിൽ. അപ്പൊ SCRT എന്ത് ചെയ്തോ, SCRT അതാ നിങ്ങൾക്ക് 10ാം ക്ലാസ് സമഗ്രയിൽ കിടക്കുന്നത്. ഇപ്പോഴും SCRT എവിടെയാന്ന് ഓരോരുത്തർ അറിഞ്ഞില്ല. ഓരോ ചാപ്റ്റർ വെട്ടി ഇട്ടു കൊടുത്തിട്ടും ഓരോരുത്തർക്ക് SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റർ, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള PDF എവിടെ കിടപ്പുണ്ട്, PSC ത്രില്ലറിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. ആ PDF നോക്കിയാൽ മതി. ഇനി അതല്ലെങ്കിൽ സമഗ്രയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ടും കിട്ടും. എങ്ങനെ വേണമെങ്കിലും അവൈലബിൾ ആണ്. പക്ഷേ നമ്മളെ ഒരുക്കി മുന്നിലേക്ക് ആക്കാൻ നമ്മൾ ഇപ്പോഴും എന്തല്ല, തയ്യാറല്ല എന്നുള്ളതാണ് കേട്ടോ. സമഗ്രയിലുണ്ട്. സമഗ്രയിൽ നോക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, അവിടെ നോക്കാം. സമഗ്രയിൽ കയറിയിട്ട് ഏറ്റവും അവസാനം കാണാം ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്ന ഒരു കോളം, അവിടെ കാണാം. എന്തായാലും എന്ത് ചെയ്തോളാം, പഠിച്ചോളാം. LDC മെയിനിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അക്കാഡമി പ്ലസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഏപ്രിൽ 7ാം തീയതി മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സിനാണെങ്കിലും അക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിലും കോഡ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, മൻസൂർ ലൈവ് എന്നുള്ളൊരു കോഡ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, അക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണക്റ്റഡ് ഫാക്സ് വെച്ചിട്ട് നോക്കാം കേട്ടോ. 4 ഓപ്ഷൻ വെച്ചിട്ട് കണക്റ്റഡ് ഫാക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അടുത്തിൽ നോക്കാം. ഡിഗ്രി ലെവൽ ഉള്ളവരും ഈ സാധനം വർക്ക്ഔട്ട് ചെയ്യുക, ഒപ്പം കണക്റ്റഡ് നോക്കുക. കാരണം സെയിം സിലബസ് അല്ലേ, സെയിം സിലബസ് ആണ്. കുറച്ച് എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് അപ്പുറം ഇപ്പുറം ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ.